ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം മൾട്ടി വേരിയബിൾ ഫംഗ്ഷനുകൾ എന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് വെക്റ്റർ ഇൻ്റഗ്രേഷൻ. മൾട്ടി വേരിയബിൾ ഫംഗ്ഷനുകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന ഫംഗ്ഷനുകളുടെ മറ്റു ചില പ്രത്യേകതകളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതായത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനുകളുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ്, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതിൻ്റെ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും അങ്ങനെ എല്ലാ പ്രത്യേകതകളും നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലും അതിനുശേഷവും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി വേരിയബിൾ ഫംഗ്ഷനുകളുടെ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെക്റ്റർ ഇൻ്റഗ്രേഷനും ഒക്കെയാണ്. മൾട്ടി വേരിയബിൾ ഫംഗ്ഷനുകളുടെ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ്. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനുകളുടെ ഇൻ്റഗ്രേഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ പഠിച്ചിരുന്നത്, if y equal to f of x be a bounded function defined in the closed interval ab, the idea of integral, that is definite integral a to b f of x dx, നമ്മൾ പഠിച്ചത്, this is considered as the area of a region bounded by y equal to f of x, x equal to a, x equal to b and x-axis. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇതുപോലെയുള്ള ഒരു റീജിയൻ്റെ ഏരിയ എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ടാണ്. അതേ ആശയം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷനുകളുടെ ഇൻ്റഗ്രൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുക. ദാറ്റ് ഈസ്, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ w ഈക്വൽ ടു f of xy or w equal to f of x, y, z. Here we cannot integrate these functions on a closed interval ab like this, because most of the functions w equal to f of xy or w equal to f of x, y, z represents surfaces in space or plane. ഇതുപോലെ ഒരു പ്ലെയിൻ റീജിയന് പകരം നമുക്കൊരു സർഫസുകളാണ് പലപ്പോഴും ഈ മൾട്ടി വേരിയബിൾ ഫംഗ്ഷനുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അവിടെ ഈ ഫംഗ്ഷനുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലുകളായിരിക്കില്ല. ദാറ്റ് ഈസ്, സപ്പോസ് എ സർഫസ് given by the function g of xy or g of xy z like this. ഈ സർഫസ് പോലെയുള്ള ഒരു സർഫസിനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സർഫസിലെ ഏതെങ്കിലും ഒരു കർവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷനുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സപ്പോസ് ദർ ഇസ് എ കർവ് c like this. Suppose we consider this c as the path of integration for the multivariable function g of xy or g of xyz. And suppose the parametric equation of c is given by x equal to f of t and y equal to g of t for a less than or equal to t less than or equal to b. Then we can integrate the function g of xy. നമുക്ക് ആദ്യം പ്ലെയിൻ റീജിയനിലുള്ള ഒരു സർഫസിനെ കുറിച്ച് നമുക്ക് പറയാം. Then we can integrate this function g of xy as integral over c g of xy dx or integral over c g of xy dy or
ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നും, വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്നും, ഇനി ആർക്ക് ലെങ്ത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് എന്നുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഈ ഇൻ്റഗ്രേഷനിലെ ഇവിടെ ഇൻ്റഗ്രലിനെ നമ്മൾ പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. ലൈൻ ഇൻ്റഗ്രൽ ഓർ കർവി ലീനിയർ ഇൻ്റഗ്രൽ എന്ന് പറയും. കർവി ലീനിയർ അതും അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്നുമാണ് അറിയപ്പെടുക. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റഗ്രലിനെ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പൊതുവേ നമ്മൾ അറിയപ്പെടുക. ഇനി എങ്ങനെയാണ് ഈ ഇൻ്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടുതൽ ഡെറിവേഷനുകളിലേക്കോ വലിയ വിശദാംശങ്ങളിലേക്കോ ഞാൻ കടക്കുന്നില്ല. അത്യാവശ്യമുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രോബ്ലത്തിലേക്ക് കടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽസുകളെ ഓരോന്നിനെയും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്കിനി ചർച്ച ചെയ്യേണ്ടത്. അതിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൻ്റഗ്രൽസിലെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ, ഒരു കർവാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. സപ്പോസ് ദിസ് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് ഗിവൺ ബൈ ദ ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി. ദാറ്റ് ഈസ് പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് തരുന്നതെങ്കിൽ പാരാമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി നമുക്ക് അറിയാമെങ്കിൽ, ഓൾസോ the derivative of f of t and g of t exist, that is f dash of t and g dash of t exist, then integral over c g of x y dx is evaluated. Here t is lies in between a and b. Then integral over c g of x y dx is defined as integral over a to b g of f of t comma g of t into f dash of t dt എന്ന്. Similarly, integral over c g of x y dy equal to integral a to b g of f of t comma g of t into g dash of t dt. And if we integrate the function with respect to the arc length, then integral over c g of x y ds equal to integral a to b g of f of t comma g of t into root of f dash of t all square plus g dash of t all square dt എന്ന്. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കണം. ഇതുപയോഗിച്ചുകൊണ്ടാണ് നമുക്കിനി ഫങ്ഷൻസ് ചെയ്യാനുള്ളത്, ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്, അത് മനസ്സിലാക്കി വെക്കണം.